നമ്മൾ വീണ്ടും പോകുന്നതും കേരളത്തിന്റെ ഒരു വികസന മാപ്പിലേക്ക് തന്നെയാണ്. നോക്കൂ, അതിവേഗ റെയിൽപാത എന്ന കേരളത്തിന്റെ സ്വപ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലേ. കേരയിൽ മോഹം പൂട്ടിക്കെട്ടി RRTSന് വഴിയൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ സംസ്ഥാനത്തിന്റെ പുതിയ പദ്ധതിയും പ്രായോഗികമല്ല എന്ന് വ്യക്തമാക്കി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. സർക്കാരിന്റെ RRTS സിമ്പിൾ വേസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമാണ് അതിവേഗ പാതയ്ക്ക് തടസ്സമായതെന്നും RRTSന് അംഗീകാരം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഏത് റെയിലായാലും വേഗമാണ് പ്രധാനമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. നമുക്ക് ഈ രണ്ട് പ്രതികരണങ്ങൾ കേൾക്കാം. ഇ ശ്രീധരന്റെ ഇന്നത്തെ പ്രതികരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രതികരണവും. പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. ഈ പുതിയ നമുക്ക് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി ഡിജിറ്റൽ പ്രോജക്റ്റ് ഉണ്ടാക്കണം വേണ്ടു, ലെറ്റർ ചെയ്തേ വേണ്ടു. പക്ഷേ ഈ ലെറ്റർ അയക്കുന്നില്ല, 10 മാസം ലെറ്റർ പോകില്ല. ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേയും വരില്ല. ആ നിലയ്ക്കാണ് ഞാൻ പോയിട്ട് റെയിൽവേ മിനിസ്റ്ററെ കണ്ടത്. കേരളത്തിന് വളരെ ആവശ്യമാണ്. നമ്മുടെ ഏത് പാർട്ടി പോകണമെന്നല്ല അർത്ഥം, കേരളക്കാർക്ക് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്കൊരു ഉത്തരവുണ്ടാകരുത്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ നഗരകാര്യമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹം ആ യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രപ്പോസൽ തന്നാൽ ഞങ്ങൾ അംഗീകാരം തരാൻ തയ്യാറാണ്, നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. ആ വാക്ക് നല്ല നിലക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അതിൽ ആവശ്യമായ സഹായം നൽകാമെന്നവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിസഭാ യോഗം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അപ്പം 2 പദ്ധതികളുണ്ട്, 2 ട്രെയിനുകളുണ്ട്. ഇതിൽ ഏത് ട്രെയിനാകും കേരളത്തിന്റെ ട്രാക്കിൽ ഓടുക എന്നതാണ് നമ്മുടെ ചോദ്യം. അതിവേഗത്തിലെ ഉടക്ക്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരയിൽ RRTS സെമി ഹൈ സ്പീഡ് ഇങ്ങനെ 3 റെയിൽ പദ്ധതികളും മാസങ്ങളായി നമ്മുടെ കേരളത്തിന്റെ ചർച്ചയിലുണ്ട്. 3 പദ്ധതികൾക്കും ഗുണമുണ്ട്, അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന സെമി ഹൈ സ്പീഡ് പാതയായ കേരയിൽ നടപ്പാക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനം. അതിനുവേണ്ടി മഞ്ഞക്കുറ്റികളൊക്കെ സ്ഥാപിച്ചു. സ്ഥലമേറ്റെടുപ്പിന് രൂപരേഖയുണ്ടാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം നടന്നു. അതൊക്കെ വലിയ ജനകീയ പ്രതിഷേധത്തിന് വഴിവെച്ചത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പ്രതിപക്ഷം പദ്ധതിയെ അതിശക്തമായി എതിർത്തു. BJPയും എതിർത്തതോടെ കേന്ദ്ര സർക്കാർ അംഗീകാരം തുലാസിൽ വരികയായിരുന്നു. നോക്കൂ, കെ റെയിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം കെ റെയിലിൽ നിന്നും തുടങ്ങാം. ഇപ്പോൾ ഒരു അടഞ്ഞ പദ്ധതിയാണെങ്കിൽ കൂടി കെ റെയിലിൽ നിന്നും തുടങ്ങാം. നമുക്ക് കെ റെയിലിൽ നിലവിൽ 529.45 കിലോമീറ്റർ ദൂരമാണ് സംസ്ഥാന സർക്കാർ കെ റെയിലിലൂടെ കണക്കാക്കിയിരുന്നത്. ഇതിനെടുത്തിരുന്ന സമയം 4 മണിക്കൂറാണ്. 4 മണിക്കൂർ പിന്നിടുന്ന തരത്തിലായിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. ഇതിന്റെ കെ റെയിലിന്റെ പരമാവധി വേഗം അത് മണിക്കൂറിൽ 200 km/h ആ രീതിയിലായിരുന്നു ഇതിന്റെ പരമാവധി വേഗം. ഇനി ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് 66,079 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ മൊത്തം നിർമ്മാണ ചെലവായി കണക്കാക്കിയത്. പക്ഷേ ഈ കെ റെയിലിന് അനുമതി കിട്ടാത്തതോടെ ഇതൊരു അടഞ്ഞ അധ്യായമായി മാറി. ഡൽഹി മീററ്റ് RRTS പദ്ധതി മാതൃകയിലുള്ള കേരളത്തിന്റെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്കാണ് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകാരം തേടിയിട്ടുള്ളത്. അതിനാണ് 100 കോടി പ്രാരംഭ പ്രവർത്തനത്തിന് വേണ്ടി ഇന്നലത്തെ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ മാറ്റിവെച്ചത്. നോക്കൂ, ഇനി നമ്മൾ RRTSിലേക്കാണ് പോകുന്നത്. കേരളത്തിന് ശേഷം RRTS ഇപ്പോൾ ഇതിനാണ് നിലവിൽ നമ്മൾ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ RRTS നോക്കൂ, കേരളയിൽ നിന്ന് നമ്മുടെ ഈ RRTSിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 529 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരം വരിക. ഇതിന്റെ മീറ്ററിൽ നിന്ന്, അതായത് 529 കിലോമീറ്ററാണ് കെ റെയിലിന്റെ ദൂരം. ഈ 520 കിലോമീറ്ററിൽ നിന്ന് 583 കിലോമീറ്റർ ആയിട്ടാണ് ഇതിന്റെ ദൂരം വരിക, RRTSന്റെ ദൂരം വരിക. അതിൽ ദൂരം ഉയരുകയാണ് അല്ലേ. 529 എന്ന് പറയുന്നത് 583 ആകുമ്പോൾ അവിടെ ഒരു ദൂരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വേഗത നമ്മൾ പരിശോധിച്ചാൽ മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗം. ഇപ്പൊ കേരളിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇതിന്റെ വേഗം എന്ന് പറയുന്നത്. കേരളം നമ്മൾ 200 അടുപ്പിച്ച് ഇതിന്റെ വേഗം ഉണ്ടായിരുന്നു. ഇത് 160 മുതൽ 180 വരെയുള്ളൂ. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
തൂണുകളിലൂടെ ഭൂരിഭാഗം മേഖലയിലുമാണ് ഇതിന്റെ നിർമ്മാണം വരിക. ചിലയിടങ്ങളിൽ ടണൽ വഴിയായിരിക്കും. പക്ഷേ ചെറുനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന RRTS-ൽ വേഗം ഉയർത്താനാകില്ല എന്നാണ് ഈ ശ്രീധരന്റെ നിലപാട്. ഇതിന്റെ ചിലവ് ആകെ പ്രതീക്ഷിക്കുന്നത് കിലോമീറ്ററിന് 370 കോടി രൂപയാണ് ഇതിന്റെ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് കേരളയിലും RRTS-ഉം തമ്മിലുള്ള വ്യത്യാസം. RRTS-ലാണ് ഇപ്പോൾ നമ്മൾ അംഗീകാരത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈസ്പീഡ് റെയിലേക്ക് വരികയാണ്. ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന ഹൈസ്പീഡ് റെയിൽ, കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്ന ഹൈസ്പീഡ് റെയിലിന്റെ ദൂരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ഇതിന്റെ ഈ റെയിൽ വരുന്നത്. തിരുവനന്തപുരം വരെ മുതൽ കണ്ണൂർ വരെ ഇതിന്റെ വേഗം എന്ന് പറയുന്നത് 200 കിലോമീറ്ററിന് മുകളിലാണ്. ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ എപ്പോഴും 200 മുതൽ 250 കിലോമീറ്റർ രീതിയിലായിരിക്കും ഇതിന്റെയൊക്കെ ദൂരം വരിക. 200 കിലോമീറ്ററിന് മുകളിലാണ് ഹൈസ്പീഡ് റെയിലിന്റെ ഈ ദൂരം വരുന്നത്. മുകളിൽ വിമാനത്താവളങ്ങൾ ബന്ധിപ്പിച്ച് പാത തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കോഴിക്കോട് 2:30 മണിക്കൂർ എടുക്കും. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട തിരുവനന്തപുരം തൊട്ട് കൊച്ചി വരെ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഈ ഹൈസ്പീഡ് റെയിലിൽ എത്താൻ പറ്റും. തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കറ്റ് വരെ പോകണമെങ്കിൽ 2.5 മണിക്കൂർ മതി. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകണമെങ്കിൽ 3 മണിക്കൂർ 15 മിനിറ്റ് മതി. കണ്ണൂർ വരെ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോപ്പ്. അപ്പം വളരെ നല്ല. ഇപ്പം നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകണമെങ്കിൽ രാവിലെ ഈ ഹൈസ്പീഡ് റെയിലിൽ കയറിയാൽ 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്താൻ പറ്റും. തിരികെ വരണമെങ്കിലും 3 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് മണിക്കൂറിൽ 70% തൂണുകളിലാവും ഇതിൻ്റെ സഞ്ചാരം വരുന്നത്. 20 തൊട്ട് 30% വരെ തുരങ്കപാതകളുമായിരിക്കും ഹൈസ്പീഡ് റെയിൽ. അങ്ങനെ 3 പദ്ധതികൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ മൊത്തത്തിൽ നമ്മുടെ പരിഗണനയിലുണ്ട്. കേരളയിൽ അടഞ്ഞ അധ്യായമാണെന്ന് പറയുമ്പോഴും ഇന്നലത്തെ ബജറ്റിൽ ഈ ധനമന്ത്രി KN ബാലഗോപാൽ കേരളയിൽ പരാമർശിച്ചിരുന്നു. അതേപോലെ തന്നെ RRTS-ഉം ഈ ഹൈസ്പീഡ് ട്രെയിനും, അങ്ങനെ 3 ട്രെയിനുകൾ നമ്മുടെ പരിഗണനയിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അർജുനോട് ചോദിക്കാം. അർജുൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. അർജുൻ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്ത് ഒരേ ഒരു RRTS ആണ് ഇപ്പം നിലവിൽ സർവീസിലുള്ള സംവിധാനം. അത് ഈ ഡൽഹിക്കും UP മീററ്റിനും ഇടയിലാണുള്ളത്. ഈ RRTS സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ സർക്കാർ പദ്ധതി ഇടുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാണ്? ഈ പദ്ധതി വേസ്റ്റ് എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. പാത ഏത് വന്നാലും വികസനം മതി എന്ന് CPIM നിലപാടെടുക്കുന്നു. അപ്പോൾ വികസനം വന്നാൽ മതി എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളുടെയൊക്കെയും അഭിപ്രായം. ഏത് പാത വന്നാലും വികസനം മതി എന്ന് പറയുന്നു. ഒടുവിൽ നമുക്കിപ്പോൾ ഏതു പാത വരുമെന്ന് വേണം മനസ്സിലാക്കാൻ. അർജുൻ, സേതു, സംസ്ഥാനത്തിൻ്റെയും ഈ ശ്രീധരൻ്റെയും നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിൽ വൈകാതെ വരും. ഇക്കാര്യത്തിലൊരു അന്തിമമായിട്ടുള്ള തീരുമാനം എന്തായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാവുക. സേതു പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് ആവശ്യം അതിവേഗ പാത വരിക എന്നുള്ളത് തന്നെയാണ്. 2 പ്രൊപ്പോസൽ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ ഈ RRTS എന്ന് പറയുന്നത് നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഡൽഹി മീററ്റ് പാതയാണ് നിലവിലുള്ളത്. അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സം, കേരളത്തിൽ അത് നടപ്പാക്കുകയാണെങ്കിൽ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മെട്രോ റെയിൽ രീതിയാണ് RRTS. പക്ഷേ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ, അതായത് കേരളം ഉടനീളം സഞ്ചരിക്കത്തക്ക തരത്തിലുള്ള സംവിധാനമല്ല RRTS എന്നാണ്. അതിന് കാരണം ഈ ഇത്രയും സ്റ്റേഷനുകളിലൊക്കെ പോകുകയാണെങ്കിൽ ഈ പറയുന്ന സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അതിവേഗ പാത സംഭവിക്കില്ല RRTS എന്നുള്ളതാണ് ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ RRTS സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുമ്പോൾ പോലും അതിനകത്ത് മറ്റൊരു ആശങ്കയായിട്ടുള്ളത്, ഈ 2027 ഈ പദ്ധതി ആരംഭിക്കുക. അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നത് 2033 അതായത് 6 വർഷം പൂർത്തിയാകുമ്പോൾ 1ാം ഘട്ടം പൂർത്തിയാകുക എന്ന് പറയുന്നത് തിരുവനന്തപുരം തൊട്ട് കൊച്ചി വരെയാണ്. അതായത് പകുതി ദൂരം മാത്രമാണ് നമുക്ക് 6 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുക. 2ഉം 3ഉം ഘട്ടം കഴിയുമ്പോൾ 12 വർഷം എടുക്കും. അതായത് അതിവേഗം എന്നുള്ള തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ 2039 വരെ കാത്തിരിക്കേണ്ടി വരും. കാലഘട്ടമൊക്കെ മാറും, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ 2039 ആ ഒരു അതിവേഗം എന്നുള്ള യാഥാർത്ഥ്യം പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കുറെ കൂടി നല്ലത് ഈ ശ്രീധരൻ അവതരിപ്പിക്കുന്ന ഈ അതിവേഗ പാത ആണ് എന്നുള്ള വിലയിരുത്തൽ പലയിടങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 5 വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കും. തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള ദൂരം 5 വർഷം കൊണ്ട് അതിവേഗ പാത പൂർത്തീകരിക്കാൻ കഴിയും. 22 സ്റ്റോപ്പുകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രം സർവീസ് നടത്തുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സംവിധാനം. 1 ലക്ഷം കോടി രൂപയാണ് നിലവിൽ അതിൻ്റെ
ചെലവ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറെ കൂടി പ്രായോഗികമാകുന്നതും കേന്ദ്ര സർക്കാരിന് കുറെ കൂടി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇ ശ്രീധരൻ്റെ ആയിരിക്കും. കാരണം അവർക്ക് കുറെ കൂടി ബന്ധം ഇ ശ്രീധരനോടാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മുന്നിലുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ ശ്രീധരൻ്റെ പ്രൊപ്പോസലിന് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നേരത്തെ കേരളം കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചതിന് ശേഷം ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പാത അത് സംസ്ഥാനവും അംഗീകരിക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്നു. കെ വി തോമസും മുഖ്യമന്ത്രിയും പോയി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ കേരളത്തോട് ഉള്ള ഒരു പൊതുവെയുള്ള മനോഭാവം വെച്ച് അതിനും ആ പാതയ്ക്കും അനുമതി നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇ ശ്രീധരൻ പോയി അശ്വിനി വൈഷ്ണവിനെ കാണുന്നു. നിങ്ങൾ ഈ ബദൽ പാതയുമായി മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു. ഇ ശ്രീധരൻ കേരളത്തിൽ വന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെയൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും, വായിച്ചെടുക്കാൻ കഴിയും. ഈ നീക്കങ്ങൾക്കൊക്കെയും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതില്ലല്ലോ. എല്ലാത്തിനും പിന്നിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. എന്താണെങ്കിലും അതിവേഗ പാത വരികയാണെങ്കിൽ അത് വലിയൊരു വികസനം തന്നെയാണ്. ഏത് പാതയാലും ഇപ്പം 3 നിലവിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരളയിൽ ഇനിയിപ്പം വലിയ ചർച്ചകൾക്കൊക്കെ എടുക്കുമെന്ന് തോന്നുന്നില്ല. കേരളയിൽ ഏറെക്കുറെയൊക്കെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് തന്നെ അത് നിൽക്കുകയാണ്. പക്ഷേ RRTSും അതേപോലെ തന്നെ ഇ ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന അതിവേഗ റെയിലും രണ്ടും നല്ല പദ്ധതികളാണ്. അതിൽ ഏത് വന്നാലും അത് മനോഹരമാണ്. ആളുകളൊക്കെയും ഈ സമയമില്ലാത്ത കാലത്ത് ഓടി നടക്കുമ്പോൾ ഇത്രയും കണ്ണൂരുള്ള ആർക്ക് പെട്ടെന്ന് ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നേരം ദിവസം തന്നെ 3 മണിക്കൂർ കൊണ്ട് തിരികെ വീട് പറ്റാനും പറ്റും. വളരെ മനോഹരമായ പദ്ധതിയാണ്. പക്ഷേ ഈ ശ്രീധരന്റെ പദ്ധതി വരുമ്പോൾ കാസർഗോഡും കേരളത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ കണ്ണൂർ വരെ അല്ല ഈ കേരളം നിലനിൽക്കുന്നത്. അത് കാസർഗോഡ് വരെയുണ്ട്. അതുവരെ ബന്ധിപ്പിക്കണം ഈ പാത. വരികയാണെങ്കിൽ തന്നെ അതുവരെ നീളണം എന്നൊരു അഭിപ്രായം കേരളത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന ആ അഭിപ്രായത്തിന് അതിന് കാര്യവുമുണ്ട്. അതുവരെ ബന്ധിപ്പിക്കേണ്ടതുമാണ്. 2 പാത വന്നാലും നല്ലതാണ്. പക്ഷേ ട്രെയിൻ ഏതാണെങ്കിലും വികസനം വരട്ടെ അല്ലേ? അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം. രാഷ്ട്രീയമില്ലല്ലോ, വികസനമാണ് നാടിന് വരേണ്ടത്.